അവർ വീഡിയോ. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ചലഞ്ചാണ്, ഫ്രീ ഫയർ ചലഞ്ച്. BRൽ നമ്മൾ ലാസ്റ്റ് വരെ ഒരു കില്ല് കൊടുക്കാൻ പാടില്ല. ലാസ്റ്റത്തെ എനിമീനെ നമ്മൾ അടിച്ചിടണം. ആ രണ്ട് 1v1 BRൽ നമ്മളെ 1 vs 1 സിറ്റുവേഷൻ വരൂലേ, ആ സമയത്ത് നമ്മൾ ആ എനിമീനെ കൊല്ലണം. അപ്പം നമുക്ക് ഒരു കില്ല് മാത്രമേ ആകാൻ പാടുള്ളൂ. അത് വരെ കില്ലെടുത്താൽ നമ്മളെ ചലഞ്ച് പോവും. അപ്പോൾ അതാണ് നമ്മളെ ചലഞ്ച്. അപ്പോൾ നേരെ നമുക്ക് ഈ വീഡിയോക്ക് പോവാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഗോൾ ഇപ്പോൾ എനിമി ഇല്ലാത്ത സ്ഥലത്ത് ഇറങ്ങിയിട്ട് വണ്ടിയൊക്കെ എടുത്ത് സെറ്റ് ആവണമാണല്ലോ. അപ്പം ഞാൻ ഒബ്സർവേറ്ററീൻ്റെ കുറച്ച് സൈഡിലായിട്ട് ഇറങ്ങി. അവിടെ ആണെങ്കിൽ വണ്ടി അങ്ങനെ എനിമീസൊന്നും ഉണ്ടാവില്ല വിചാരിച്ചു. മാപ്പിൽ നോക്കിയപ്പോൾ അത് നല്ല എനിമീസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്തത്, ഇതിൻ്റെ മുമ്പിലായിട്ട് തന്നെ നമ്മളെ ലംബോർഗിനി കുട്ട ഉണ്ടായിരുന്നു. ഓനും എടുത്തിട്ടുണ്ട് പോവാൻ വിചാരിച്ച്. പിന്നെ അവിടെ എനിക്കൊരു ഗണ്ണും ഉണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ അവിടെ ലംബോർഗിനി കുട്ട അവിടെ എടുക്കുന്നുണ്ട്. പിന്നെ ഞാനുണ്ട് എടുത്ത് പിന്നെ ഇവിടെ കോയിനൊക്കെ ഉണ്ടായിരുന്നു. കോയിനോട് ഒരാവശ്യമില്ലെങ്കിലും എടുക്കുക. അപ്പോൾ നമ്മൾ വണ്ടി പിന്നെ നമ്മൾ വണ്ടി കണ്ട് എടുത്തു. പിന്നെ തുടക്കം തന്നെ ഇടിക്കലാണ്. അങ്ങനെ ഗൈസ്, അവസാനം നമ്മൾ 3x സ്പീഡൊക്കെ ഇട്ടിട്ട് നമ്മുടെ വീഡിയോ ഫുൾ അങ്ങോട്ട് സെറ്റാക്കിയിട്ട് നല്ല സ്പീഡ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ ഇവിടെ 19 ആൾക്കാർ ഇപ്പം ഉണ്ട്. ഇനി എങ്ങനെ സർവൈവ് ചെയ്യും വിചാരിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ സ്പീഡാക്കിയാൽ വീഡിയോൻ്റെ ലെങ്ത്ത് നല്ല കുറയുണ്ടാവും. അപ്പോൾ പിന്നെ വീഡിയോ നല്ല ചെറുതാവും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സ്പീഡാക്കണില്ല. പിന്നെ കുറേ എനിമീസിൻ്റെ തൊട്ടടുത്ത് കൂടെ, എത്ര എനിമീസിൻ്റെ തൊട്ടടുത്ത് കൂടെ ഞാൻ പോകണമെന്ന് നിങ്ങളൊന്ന് ഒന്നുകൂടി നോക്കി ശ്രദ്ധിച്ച് ബാക്ക് അടിച്ച് റിവേഴ്സ് അടിച്ച് നോക്കിയാൽ മതി ഗൈസ്, എല്ലാം കാണും. പിന്നെ ഗൈസ് പിന്നെ കുറേ നേരം ഞാനിവിടെ നിന്നു. എനിമീസ് ഒന്നും ഇവിടെ പിന്നെ വരാറില്ല. അപ്പം തന്നെ വണ്ടിക്ക് പിന്നെ കുറേ എനിമീസ് നല്ല അടിക്കണമുണ്ട്. ഞാൻ രക്ഷപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് വണ്ടീൻ്റെ ഹെൽത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മതി. വണ്ടീൻ്റെ ഹെൽത്ത് എല്ലാം ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഒരു കാര്യം, അപ്പോൾ വണ്ടിക്ക് ഫുള്ളാട്ടോ. ഞാൻ വേറെ വണ്ടി എടുത്തിരുന്നു നേരത്തെ. അപ്പോൾ ഇപ്പോൾ ഫുള്ളാണേ. പിന്നെ നോക്കുമ്പോൾ ഫുൾ എനിമീസ് അടിക്കന്നെ. പിന്നെയാണ് എല്ലാ എനിമീസും കൂടുതലും സ്കോപ്പ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ള് ഇവിടുന്ന് മണ്ടിയാണ് ഗൈസ്. ഇവിടെ എത്തുമ്പോൾ പിന്നെ നല്ല സോൺ നല്ല ചെറുതായിക്കണ്. ഒരു 13 ആൾക്കാരൊക്കെ അയക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴാട്ടോ ഒന്ന് ചത്ത മോനെ, നല്ല രസമുണ്ടാവും. ഞാൻ ചാവുകൊണ്ട് ചെയ്യും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു എനിമീനെ നിങ്ങൾ കണ്ടോ? പിന്നെ അവിടെ നിന്ന് നമ്മൾ ആ എനിമീൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട്, ആ എനിമിയാണ് ഫീന്നൊരു പോക്കണ്ടാ പോയത്. ഞങ്ങൾക്ക് ക്ലിപ്പ് കാണിച്ചു തന്നില്ലേ. പിന്നെ ഇങ്ങനെ എത്ര പേരുണ്ട്? ഇങ്ങനെ 11 പേരുണ്ട്. ഇതാണെങ്കിൽ സോണും ചെറുതാവുകയാണ്, മാപ്പും ചെറുതാവുകയാണ്, എനിമീസ് മാത്രം ചെറുതാവണില്ല. ഞാൻ സർവൈവ് ചെയ്യാൻ വേണ്ടി സോണിക്കൊക്കെ ഇറങ്ങിയിട്ടാണ് സർവൈവ് ചെയ്യണത്. മെഡൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. 7 മെഡുണ്ട്. ഇഷ്ടം പോലെ മെഡുണ്ട് ഗൈസ്, ഒരു പേടിയും വേണ്ട. പിന്നെ കുറേ നേരം ഇവിടെ വട്ടം ചുറ്റുമ്പോൾ കുറേ എനിമീസ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അടിക്കുന്നുണ്ട്. കുറേ എനിമി സോണിൽ നിന്ന്, കുറേ എനിമി വീടിൻ്റെ മുകളിൽ നിന്ന്, കുറേ എനിമി സോണിൻ്റെ അപ്പുറത്ത് ഗ്ലൂ വാൾ ഇട്ടിട്ട് കുറേ എനിമീസിനെ ഞാൻ കണ്ടിരിക്കണ്. പക്ഷെ കുറേ പേര് വേർഡ് വെക്കുന്നുണ്ട്. പക്ഷെ ഇനി മീശ ക്യാരക്ടർ ഇടണം. വല്ല കാർ ചലഞ്ച് എല്ലാം ചെയ്യണമെങ്കിൽ, അതിൽ കാർ കൊണ്ട് വല്ല ഇതുണ്ടെങ്കിൽ മീശ ക്യാരക്ടർ ഇങ്ങനെ ഇടണം. നല്ലൊരു ക്യാരക്ടർ ആണെങ്കിൽ. ഓക്കെ ഗൈസ്, പിന്നെ നമുക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇവിടെ ആണെങ്കിൽ എനിമീസ് പൂര ഫൈറ്റു. ഒറ്റയടിക്ക് 3 പേരായി. 3 പേരായപ്പോഴേക്ക് കുറച്ച് ടെൻഷനൊക്കെ കൂടിക്കണ്. നെഞ്ചൊക്കെ ഇടുന്ന് പടക്കാൻ തുടങ്ങി. പിന്നെ ദിസ് ഈസ് ഗെയിം നോട്ട് റിയൽ. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്തത്, ഞാൻ അവിടെ ഇങ്ങനെ നിന്ന് ഗൈസ്. ഞാനിവിടെ ഇങ്ങനെ പോയി. പക്ഷെ അവിടെ എനിമീസിനെ അങ്ങനെയൊന്നും കാണാനുണ്ട്. ഇവർ ഫുള്ള് ഇപ്പോൾ ഫൈറ്റിലാണ് ഗൈസ്. ഞാനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുക. പിന്നെ അറിയാതെ സോണിക്ക് അങ്ങോട്ട് ചാടി നോക്കിയപ്പോൾ അത് അവരുടെ ഗ്ലൂ വാൾ ഇട്ടിട്ട് അവിടെ ഫൈറ്റ്. ഞാൻ പിന്നെ സോണിക്ക് ചാടി ഉള്ളിൽ കയറുക. നല്ല ഡാമേജ് പോയിക്കണം. അപ്പം ഞാനൊരു ഡാമേജ് ഉണ്ട് വെച്ച് കാച്ചി. അപ്പോൾ ഇവിടെ ഫുള്ളും ഗ്ലൂ വാൾ ഇട്ട് വെച്ചിരിക്കുകയാണ്. ചിലവന്മാർ മരത്തിൻ്റെ പിന്നിൽ,
ഒരുത്തൻ ഗ്ലൂ ആൾട്ട് വെച്ചിക്കണേ. ഫുള്ളും ഞാൻ ഇപ്പോൾ സോണിൻ്റെ പുറത്തു കൂടെ ഒക്കെ പോണേ. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം കയറിയിട്ട് എൻ്റെ വണ്ടി കണ്ട് പൊട്ടിച്ച് ഗൈസ്. ഞാൻ എന്താ ചെയ്തത്, ഞാൻ ചുറ്റാണ്ട് ഗ്ലൂ ആൾട്ട് അത് ചെയ്യാൻ അറിയുള്ളൂ ഗൈസ്. അതിൻ്റെ അടുത്ത് ഒരുത്തൻ റൈഡ് ഇട്ട് ആ റൈഡ് അങ്ങോട്ട് പൊട്ടിക്കാൻ നോക്കിയതാണ്. റൈഡ് എൻ്റെ മേത്തിക്കണ്ടായി. പെട്ടെന്ന് റൈഡ് എൻ്റെ മേത്തിക്കായി. അപ്പോൾ ആ ചെറുക്കൻ ഇന്നെ കൊല്ലാൻ വേണ്ടി വന്ന്. നമ്മൾ കൊടുക്കുക കൊല്ലാൻ. ഞാനവന് ഡാമേജൊക്കെ ഒന്ന് കൊടുത്ത്, പക്ഷേ ഓന് ചത്തില്ല. നമ്മൾ ഡാമേജൊന്നും കൊടുത്തില്ല. ഇടയിൽ കൂടെ വന്നപ്പോൾ ഒരു അടിക്കാൻ തോന്നി, പക്ഷെ അടിച്ച് തോന്നി കൊള്ളൊന്നും ചെയ്തിട്ടില്ല. അപ്പോഴേക്ക് സോങ്ങിൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും ഓണ്ട് മുമ്പിൽ ചാടി പൊട്ടനം തോന്നുന്നു. സൈഡിൽ വലിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഗ്യാപ്പ് ഒന്നും കണ്ടില്ല. പിന്നെ അവിടെ ഫുള്ളും ഫൈറ്റായി. ആ ഫൈറ്റിൻ്റെ ഇടയിൽ കയറി അടിച്ചാൽ 2 കില്ലും ഇക്കണ്ട് എടുക്കുക. എന്നിട്ട് ഇതും കഴിഞ്ഞപ്പോൾ ആകെ ഒരു എനിമി മാത്രം. ഫിനിഷ് ഗൈസ്. കളി ജയിച്ചു ഗൈസ്. നമ്മുടെ മിഷൻ പോസിബിൾ ആയിട്ടുണ്ട്. മിഷൻ ഇമ്പോസിബിളിനെ നമ്മൾ പോസിബിളാക്കി. അപ്പോൾ അടുത്തേത് ചലഞ്ച് എന്നായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ സൈൻ ഔട്ട് ഫ്രം സ്പൈ ഗെയിമിംഗ്.